ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സലീമേട്ടന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചടങ്ങ് നടക്കുന്നതിനിടയിൽ ചന്തു അവിടെ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് പൊട്ടിത്തെറിക്കുന്ന രീതിയിലൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. രണ്ട് മക്കള്, ഒരമ്മ, ബാക്കി ബന്ധുക്കള്, സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും അവരുടെ എല്ലാമായിട്ടുള്ള ഒരാൾ നഷ്ടപ്പെട്ടിട്ട് അവിടെ നിൽക്കുകയാണ്. അന്നേരം ഇവരെ തെള്ളി മുന്നോട്ട് ഈ മീഡിയാസും ബാക്കിയുള്ള ആളുകളും വന്ന് നിൽക്കുകയാണ്. സലീംകുമാറിന്റെ സ്വന്തം ഭാര്യയ്ക്ക് പോലും അവിടെ നിൽക്കാൻ സ്പേസ് ഇല്ലാത്തൊരവസ്ഥ വരികയാണ്. ആ സമയത്താണ് അവൻ ചങ്ക് പൊട്ടിയിട്ട് ആ ചെറുക്കൻ അവിടെ നിൽക്കണേ. ആ സമയത്താണ് അവന്റെ കൺട്രോൾ പോയിട്ട് മാറി നിൽക്കാൻ എല്ലായിടത്തും പറയണത്. അവിടെ നിൽക്കുന്ന എല്ലാവരും പറയുന്നുണ്ട്, ചേട്ടാ ഒന്ന് ബാക്കിലോട്ട് നിൽക്ക്, കേൾക്കുന്നില്ല. ഈ അമ്മയൊക്കെ അവിടെ നിൽക്കുകയാണ്, അമ്മയും പെങ്ങന്മാരും ഒക്കെ അവരെങ്ങനെ തള്ളി ഫ്രണ്ടിലോട്ട് ഇടുകയാണ്. ഇതിനകത്ത് അവിടെ ഇരിക്കുന്ന മെയിൻ സ്ട്രീം മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയക്കാരും ഈ കാണാൻ വന്ന ആളുകളും എല്ലാവരും ഒരുപോലെ കുറ്റക്കാരാണ്. ഈ ഷൂട്ട് ചെയ്യാൻ മൊബൈലും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് അതൊരു താരത്തിനെ ആയിരിക്കും അവർ ഷൂട്ട് ചെയ്യുന്നത്. അവിടെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും കൂടെ കാണുമ്പോഴത്തേക്ക് അത് വെച്ചിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ മരിച്ചു കിടക്കുന്ന ആ വ്യക്തി, അവരുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അവരുടെ ഇമോഷൻസിന് ആദ്യം വാല്യൂ കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഈ കാണിച്ച വീഡിയോ എടുത്ത വ്യക്തികളും അതിൻ്റെ ഒരു പാർട്ടാണ്. അവരുടെ വീഡിയോ തന്നെ എടുത്തു വെച്ച് സംസാരിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ റിയാലിറ്റി അതാണ്. നിങ്ങൾ ഈ പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയക്കാരുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങൾ ഇനാഗുറേഷൻ ചെയ്യുന്ന ആൾക്കാരുടെ പുറകെ നടന്ന് വീഡിയോ എടുക്കുകയോ, പലരും വിളിച്ചിട്ടായിരിക്കും അവിടെ ചെല്ലുന്നത്. പല നടിമാരും എനിക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവളുമാർ പൊക്കി വയറും ഒക്കെ കാണിച്ചൊക്കെ തന്ന് എടുക്കുമായിരിക്കും. അത് അവർ പറഞ്ഞിട്ടായിരിക്കും, അവരുടെ മാർക്കറ്റിങ്ങിന്റെ തന്ത്രമായിരിക്കും. അവിടെ പോയി എടുക്കൂ. അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇവരെ വിളിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്, അവിടെ പോയി എടുക്കൂ. കല്യാണം എന്ത് വേണമെങ്കിലും എടുത്തോ. പക്ഷെ ഒരു മരണ വീട്ടിൽ കാണിക്കേണ്ട ബേസിക് മാനേഴ്സ് ഉണ്ട്. അവിടെ ഒരു സന്തോഷം നടക്കുന്ന ഒരു കാര്യമല്ല അവിടെ നടക്കുന്നത്. ഒരുത്തന്റെ അച്ഛൻ അത്രയും ആൾക്കാരുടെ വേണ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചവിടെ കിടക്കുകയാണ്. നമുക്കതൊരു താരമാണ്, പക്ഷെ അവർക്ക് അങ്ങനല്ല. സോ അവിടെ കാണിക്കേണ്ട ഒരു ബേസിക് മര്യാദ ഈ ഓൺലൈൻ മീഡിയ, മെയിൻ സ്ട്രീം ചാനൽ, അതുപോലെ തന്നെ ഈ ജനങ്ങൾ, കാണാൻ വരുന്ന ജനങ്ങൾ, ഈ ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരല്ല. ഇവരുടെ ഈ ഒരു തള്ളിക്കയറ്റം കാരണം എന്തിനു പറയണം, നമ്മുടെ CM വരെ, VD സതീശൻ വരെ ദേഷ്യപ്പെടുകയുണ്ടായി. അല്ല, എനിക്ക് മനസ്സിലാവാത്ത അത്രയും മന്ത്രിമാരവിടെ നിൽക്കുന്ന ഈ പോലീസുകാരൊക്കെ എന്തിനു നിൽക്കുകയാണ്? അവർക്ക് പറ്റില്ല ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ചെറുക്കന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. അവൻ ചങ്ക് പൊട്ടിയാണ് അവിടെ നിൽക്കുന്നത്. അവൻ ആ ഒരു അവസ്ഥയിൽ അവൻ അങ്ങനെ രീതിയിൽ പെരുമാറണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ട് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കിയേ. ഇത് ഭയങ്കര മോശമാണ് കേട്ടോ. ഇത് ഭയങ്കര മോശമാണ്. മനുഷ്യന്മാരായി കഴിഞ്ഞാൽ കുറച്ച് ബോധവും വിവരവും വേണം. അത് ആരോ ആയിക്കോട്ടെ. മക്കൾക്കും ഭാര്യയ്ക്കും പോലും നിൽക്കാൻ അവിടെ സ്പേസ് ഇല്ല. ആ തരത്തിലാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ മീഡിയസ് മാത്രമല്ല, ഈ വിവരമില്ലാത്ത ആളുകൾ. ദിലീപ് നടന്നു വരുന്ന സമയത്ത് ദിലീപിനെ നോക്കി ചിരിച്ച് കൈ കൊടുക്കുന്ന കുറെ അവന്മാര് അതിൻ്റെ ഇടയിൽ കൂടെ കാണിച്ചു തരാം. ഒരുത്തൻ കൈ നീട്ടിക്കൊണ്ട് വരിക, ഈ നാറി. ഇവന്റെ കൈ സാധനം ഇരിപ്പുണ്ട്. ഇവൻ ഓൺലൈൻ മീഡിയ ആണെന്ന് തോന്നുന്നില്ല. ഓൺലൈൻ മീഡിയക്കാരാണെങ്കിൽ കൈ കൊടുക്കാൻ നിൽക്കത്തില്ല, അവര് പകർത്താനല്ലേ നോക്കത്തോളൂ. അവന്റെ തൊലിയുണ്ട്. എടാ മരണ വീടാടാ നാറി. ചേട്ടൻ്റെ ഒക്കെ മുഖത്തെ ചിരിയുണ്ടോ? ഇത്രയും നാള് കൂടെ അഭിനയിച്ച് ഒരുത്തൻ അവിടെ മരിച്ചു കിടക്കുക, അവനെ കാണാൻ വേണ്ടി പോകുന്നതാ. ആ ഒരു മാന്യതെങ്കിലും ഒന്ന് കാണിച്ചു കളാം. ഇവിടെ ഇരിക്കുന്ന പുള്ളിയൊക്കെ ഭയങ്കര സിനിമ നടനെ കണ്ട ആ സന്തോഷത്തിൽ മതിമറന്ന് വീഡിയോ എടുക്കുകയാണ്. ഞാൻ കിടന്നു. നിങ്ങൾ നോക്കി എത്ര ക്യാമറകളാണ്. ഈ പെങ്കൊച്ചൊക്കെ ഓൺലൈൻ മീഡിയ ആണോ? അല്ല, ഒരിക്കലും അല്ല. സാധാരണക്കാരാണ്. സോ ഓൺലൈൻ മീഡിയക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജനങ്ങളോട് നന്നാവണം.
മീഡിയക്കാരെക്കാൾ കൂടുതൽ ആളുകളാണ്, നോർമൽ ആളുകളാണ്. ഇത്രയധികം സിനിമാ നടന്മാരെ കാണാൻ പറ്റിയ ഒരു അവസരമാണല്ലോ. ആരുടെങ്കിലും മരണം വരുമ്പോഴേ ഇങ്ങനെ ഒരു അവസരം കിട്ടത്തുള്ളൂ. അത് ചെന്ന് മുതലാക്കുക, മാക്സിമം മുതലാക്കുക. അല്ല സലീം കുമാർ എന്ന് പറയുന്ന നടനെ കാണാൻ വേണ്ടി പോകുന്ന ജനങ്ങളൊന്നും അല്ല, അവിടെ വരുന്ന നടന്മാരെ കാണാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര വൃത്തികെട്ട പരിപാടി എന്നേ പറയാനുള്ളൂ. നാണമില്ലാത്ത പരിപാടി. 100% സാക്ഷരത എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാതിരി കൊണച്ച വിവരമില്ലായ്മയാണോ കാണിക്കുന്നത്? അത് കൊച്ചു പിള്ളേരടക്കം മുതിർന്ന മേപ്പോട്ട് എടുക്കാറായവന്മാർ വരെ ഫോണും തൂക്കി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് ഇന്ദ്രൻസ് കാണാൻ വന്നപ്പോഴതാണ്. പുള്ളിക്ക് അകത്തോട്ട് വരാൻ പറ്റുന്നില്ല. അത്രയും ആളുകൾ തിങ്ങിത്തിരക്കി നിൽക്കുകയാണ് അവിടെ. ഇന്ദ്രൻസിനെ കണ്ടപ്പോഴത്തേക്ക് കണ്ട ഇവിടെ എന്നവനൊക്കെ ഫോൺ അങ്ങോട്ട് നിന്ന് തിരിച്ച് ഇവനെ നോക്കണം. ഇവനെ പുള്ളിയെ കണ്ടപ്പോഴേ ഈ രീതിയിൽ അവന് വലിയ എന്തോ കിട്ടി. എടാ അവര് മനുഷ്യനാടാ. അങ്ങേരാ മനുഷ്യനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആംബുലൻസ് കൊണ്ടുവന്ന നേരത്ത് ഒന്ന് കാണാൻ വേണ്ടി ഓടിപ്പിടച്ച് വരികയാണ്. അന്നേരം സമ്മതിക്കണം അവനെയൊക്കെ. എത്ര ആളുകളാണ്. നേരത്തെ ദിലീപ് പോയ സമയത്ത് പുള്ളി കൈ കാണിച്ചവർക്ക് കൈ കൊടുത്തു, കൈ പൊക്കി കാണിച്ചു. പുള്ളി ആരെയും വെറുപ്പിക്കാൻ നിന്നില്ല. ഒന്നാമത് ആളുകളുടെ വെറുപ്പ് സമ്പാദിച്ചു വെച്ചേക്കാണ്. അതുകൊണ്ടായിരിക്കണം പുള്ളി അങ്ങനെ ചെയ്തത്. എത്ര മോശക്കാരനെന്ന് പറഞ്ഞാലും ഒരു കൂട്ടത്തിൽ ഒരുത്തന്നെ ആപത്ത് വരുമ്പോൾ ദിലീപ് ഓടിയെത്തുന്നു. ആദ്യം അങ്ങേരായിരിക്കും ഓടിയെത്തുന്നത് അവിടെ. ആ ഒരു കാര്യത്തിൽ ദിലീപിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഇതുപോരായിട്ട് ഇതിനേക്കാളും വലിയ വേറൊരു വിവരമില്ലായ്മ കണ്ടു. VD സതീശൻ ചെന്ന സമയത്ത് മറ്റേ ഷോളിട്ട് സ്വീകരിക്കുന്നു. പുള്ളി അവിടെ നിന്ന് ഇറങ്ങി വരും. അപ്പം നോക്കണേ, ഒരുത്തൻ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ മറ്റേ സാധനോട്ട് ഇപ്പോൾ ഉണ്ട്. ആണ്ടെ ഇപ്പോൾ ഇടും. ആണ്ടെ അങ്ങേർക്ക് ബോധം ഉണ്ടായിട്ട് അങ്ങേരെ അത് തട്ടി മാറ്റി. ഇടണ്ടാന്ന് ഈ സമയത്താണ് ഇടണ്ടെന്ന് ചോദിച്ചു. തട്ടി മാറ്റിയിട്ട് അങ്ങേരെ അവിടെ നിന്ന് പോയി. അതുകൊണ്ട് ഈ മുതലാണ് ഇട്ടത്. അവൻ്റെ മോൻ്റെ ഒന്നുകൂടെ ഞാൻ നല്ല രീതിയിൽ കാണിച്ചു തരാം. വേണ്ട ഇവൻ ഇവിടെ വിവരവും ബോധവും നിനക്കൊക്കെ ഉണ്ടോ? വിവരവും ബോധവും. അവൻ അതിൻ്റെ അടയെ കൂടെ അനുമോദിക്കാൻ ചെന്നേക്കുന്നത്. ആര് മരിച്ചാൽ അവനൊക്കെ എന്ത്? അവൻ ഇതിൻ്റെ ഇടയിൽ കൂടെയും സാമാനം തിരികെ കയറ്റണം. കഷ്ടം തന്നെ, കഷ്ടം. വിവരമില്ലായ്മ അറ്റ് ദ പീക്ക്. പ്രിയപ്പെട്ട ഓൺലൈൻ മീഡിയക്കാർ, നിങ്ങളുടെ അടുത്താണ് പറയാനുള്ളത്. നിങ്ങൾ ഒരുപാടുണ്ട്, ശരിക്കുണ്ട്. ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലും ഒക്കെ നിങ്ങൾ നമുക്ക് കോണ്ടന്റ് തരുന്നതാണ്. നിങ്ങൾ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്യുന്നതുമാണ്. നിങ്ങൾക്ക് ഒരു അസോസിയേഷൻ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാം കൂടി ഒരു തീരുമാനം എടുക്കുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടുന്ന രീതിയിൽ ഈ രീതിയിൽ പ്രവർത്തിക്കരുത് എന്ന്. മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ തന്നെ എവിടെയാണ് ഗ്യാപ്പ്, എവിടെയാണ് ബെസ്റ്റ് ഷോട്ട് കിട്ടുന്നത് അവിടെ പോയിട്ട് ക്യാമറ വെക്കും. മത്സരമാണല്ലോ. അപ്പൊ ബാക്കിയുള്ളവന്റെ ഇമോഷൻസ് കാണാൻ പറ്റാതെ പോകും. ഈ സെയിം അവസ്ഥ തന്നെ ശ്രീനിവാസൻ മരിച്ച സമയത്തും മോഹൻലാലിന്റെ അമ്മ മരിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ്. സെയിം. ഇന്ന് ആ ചെറുക്കൻ ചങ്ക് പൊട്ടിയിട്ടാണ് ക്യാമറ തൂക്കി നിൽക്കുന്നവന്മാരെടുത്ത് പൊട്ടിത്തെറിച്ചത്. അത് അനുഭവിച്ച് നിൽക്കുന്നവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. അപ്പോഴേ അതിന്റെ പെയിൻ മനസ്സിലാവൂ. നമുക്ക് വരാത്തിടത്തോളം കാലം നമുക്ക് ഇതെല്ലാം വെറും മറ്റേ ഒരു വീഡിയോ, അവരുടെ കണ്ണീര് വരുന്നു, യൂട്യൂബിൽ ഇടുന്നു, കോണ്ടന്റ്. അതാണ് സീരിയസ്ലി, അതാണ് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇമാതിരി പരിപാടികൾ ചെയ്യാതിരിക്കുക. പിന്നെ ബഹുമാനപ്പെട്ട CM-ന്റെ അടുത്ത് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇദ്ദേഹം ഇന്ന് വന്ന വീട്ടുകാരെ കെട്ടിപ്പിടിക്കുകയൊക്കെ ഉണ്ടായി. ഇളയ ചെറുക്കനെ കെട്ടിപ്പിടിക്കുന്നതാണ്. കഴിഞ്ഞ വട്ടം CM വന്ന സമയത്ത്, പിണറായി വിജയൻ വന്ന സമയത്ത് ശ്രീനിവാസന്റെ മക്കൾ എണീറ്റില്ലെന്നും പറഞ്ഞിട്ടായിരുന്നു പ്രശ്നം. ഇനിയിപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ആയിട്ട് ഇവിടെ വരില്ല. അവർ എണീറ്റിട്ടുണ്ട്. മീഡിയാസിനെ അഡ്രസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നുണ്ടാവുമെന്ന് കേൾക്കാം. എനിക്കൊരു സഹോദര തുല്യനായ ഒരാളെയാണ് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന കാലം മുതൽ, പറവൂരിൽ വന്ന കാലം മുതൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ടുള്ള വലിയ ആത്മബന്ധമുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴെല്ലാം ഷൂട്ടിംഗ് വരെ ക്യാൻസൽ ചെയ്ത്, ഞാൻ നോമിനേഷൻ കൊടുക്കുന്ന അന്നു മുതൽ എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് ഞാൻ ജയിച്ചെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ അദ്ദേഹം കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പോവുള്ളൂ എവിടെയും. പിന്നെ കാണില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കണം, ഇങ്ങോട്ടൊരാവശ്യത്തിനും വരില്ല. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ ഓഫീസ് തെരഞ്ഞെടുപ്പ് അവസാനമാകുമ്പോൾ പറയും എന്റെ അവകാശമാണെന്ന് പറയും. ഞാൻ പറയും ഞാൻ വേറെ ആരെയും വിളിക്കില്ല, തെളിവിനെ മാത്രമേ വിളിക്കുള്ളൂ എന്ന് പറയും. അത്രമാത്രം നല്ല ഉറച്ച രാഷ്ട്രീയ ബോധ്യം. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തന്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എന്റെ സ്നേഹിതനെന്ന് എനിക്ക് അഭിമാനമുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. പഠിക്കുന്ന കാലം മുതൽ അവസാന ശ്വാസം പോകുന്നത് വരെ ആ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിൽ, ആ ഉറച്ച കോൺഗ്രസ് ബോധ്യത്തിൽ നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ഏറ്റവും അവസാനം പങ്കെടുത്ത പരിപാടി ഞാൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം പറവൂരിലെ പൌരാവലി എനിക്ക് നൽകിയ സ്വീകരണത്തിനാണ്. അതിനു മുമ്പ് ഞാൻ പങ്കെടുക്കുന്നത് കൺവെൻഷനിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലും ഉണ്ടാവും. അത്രമാത്രം ഹൃദയബന്ധമാണ്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വിടപറയൽ ഉണ്ടാകുമെന്ന് കരുതിയില്ല. ഇന്നലെ രാത്രിയാണ് വീണ്ടും അദ്ദേഹത്തിന് കടുത്ത ഒരു ഹൃദയാഘാതം ഉണ്ടായി, ആ വേർപാടുണ്ടായത്. ഞാൻ കുടുംബത്തിനോടുള്ള
ഔപചാരികമായ ദുഃഖം പ്രകടിപ്പിക്കുന്നില്ല. കാരണം ആ കുടുംബം എന്റെ കൂടെ കുടുംബമാണ്. ഞാനും കൂടി ആ കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ്. അവരെ എല്ലാവരെയും ഞാൻ ചേർത്ത് നിർത്തും. ഞങ്ങൾ എല്ലാവരും ചേർത്ത് നിർത്തും. ഒരു കാര്യമില്ല. ഈ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഇനി കാണിക്കുന്നവന്മാരുടെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും നടപടി എടുക്കണം. ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും ഇമാതിരി കന്നന്തിരിവ് പറഞ്ഞ കുറെ അവന്മാര്. കൈരളി ന്യൂസ് സലീം കുമാർ ആശുപത്രിയിൽ എന്നും പറഞ്ഞിട്ട ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ്. ഇതിന്റെ അടി വന്ന കമന്റ്സ്. ഒരു വിഷമവും തോന്നുന്നില്ല, സഹാവിനെ കളിയാക്കിയതിന്റെ പേരിൽ അതുകൊണ്ട് വിഷമം തോന്നുന്നില്ല. അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആണ്. അതെന്താ, ചിരിക്കുന്ന മുഖ്യമന്ത്രിയും ആരോഗ്യമുള്ള ആരോഗ്യ മുഖ്യമന്ത്രിയും ഉണ്ടല്ലോ, വല്ല മാറ്റവും ഉണ്ടാവും. ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരമുള്ള 25 ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷ നടൻ ശ്രീ സലീം കുമാറിന് നൽകി UDF സർക്കാർ മാതൃക കാട്ടുക. എതിർ രാഷ്ട്രീയത്തെ നീചമായി പരിഹസിച്ച വ്യക്തിയാണ് ഇയാൾ. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു രീതിയിലും നീചമായി പ്രതികരിക്കാത്ത വ്യക്തികളാണല്ലോ. ആണ്ടെ മനോജ് അവറാട്ട് വെള്ളമടിച്ച് ലിവർ പോയതാ ഈ നാറിയുടെ. ഇതാണ് ഈ പന്ന നാറിയുടെ ഫോട്ടോ. ഇപ്പോൾ പഴയ ആശുപത്രിയല്ല, മാറ്റം നല്ലതാണ്. കട്ടിലുമായി ഒന്ന് കെട്ടിയിടുന്നത് നല്ലതാണ്. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പുഴു വരാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ പാമ്പിനെ കാണാൻ ചവിട്ടരുത്, അത് കൊത്തും. ഒരു സമ്മാനം കുടുംബത്തിന് 25 ലക്ഷം ഇൻഷുറൻസ് കിട്ടുമോ? സുരേഷ് മേപ്പറമ്പ മാലവട്ടം, അവന്റെ മാലവട്ടം പരനാറി. ഒരു കലാകാരൻ ഏതറ്റം വരെയും തരം താഴുമെന്ന് കാണിച്ചവൻ. നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ നാറിയെ കാണിച്ചതാണ്. ഇതാണ് അണ്ണൻ. കവർ പേജിനകത്ത് വ്യക്തമായി കണ്ട വോട്ട് ഫോർ LDF. നല്ല അന്തം കമ്മിയാണ്. 2 പെഗ് കുതിരറം കൊടുത്താൽ ഇവന്റെ അസുഖം കുറവാകും. അനിൽകുമാർ, ഇതാണ് അനിൽകുമാർ, നല്ല ഒന്നാന്തരം കമ്മി. അടുത്ത ബാബുരാജ്, വെറും കള്ളൻ, പരമനാറി. അവന്റെ കവർ ഫോട്ടോ ഇതാണ്. ഇതിനെ പറയണ്ടല്ലോ കൂടുതൽ എന്താണെന്ന്. അവന്റെ മോന്ത ഇതാണ്. എടാ നീയൊക്കെ എത്ര കാലം ജീവിക്കോടാ? ഈ സുജാൻ എന്ന് പറയുന്ന ഒരുത്തൻ എഴുതിയേക്കാണ് എയ്ഡ്സ് ഇവനെയും കൊണ്ടേ പോകൂ. ഇവനാണ് പുള്ളിക്ക് എയ്ഡ്സ് സ്ഥിരീകരിച്ചത്. ഈ മഹാനാണ്. ഡാനിയൽ ജെയിംസ്, നായിന്റെ മോൻ. തോട്ടിന്റെ കരയിൽ ഇരിക്കുന്ന ഒരു നായിന്റെ മോനെ കണ്ടോളൂ, ഡാനിയൽ ജെയിംസ്. ഈ കമന്റ് മൊത്തം ഈ സലീം കുമാറിന് അഗനിസ്റ്റ് ഉള്ള കമന്റ് ആണ്. മോശമായിട്ടുള്ള കമന്റ്സ് മാത്രമാണ് ഞാൻ എടുത്ത് വായിക്കുന്നത്. ഈ ലിനു എന്നൊക്കെ പറയുന്നത് അസുഖം വരുന്നവർ ആശുപത്രിയിൽ പോകും. ഇവനൊക്കെ ആശുപത്രിയിൽ പോകുന്നത് എന്തിനാ ഇത്രയും വലിയ വാർത്ത കൊടുക്കുന്നത്? അത് നിനക്കറിയില്ലെങ്കിൽ നിന്റെ വീട്ടിൽ വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെടുത്ത് പോയി ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. പ്രഭാകരൻ പിള്ള പറഞ്ഞേക്കുന്ന കമന്റ് ആണ്. ഈ നാരിയുടെ വളുപ്പ് കോമഡി കേട്ട് വിവരവും ബോധമുള്ള ആരെങ്കിലും ചിരിച്ചിട്ടുണ്ടോ? പ്രഭാകരൻ പിള്ള വീട്ടിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം അച്ഛനൊക്കെ ഇത് കേട്ടിട്ട് നല്ല ചിരിച്ചിട്ടുണ്ടായിരിക്കും. വിവരം ബോധമുള്ള അങ്ങ് ചിലപ്പോൾ ചിരിക്കുന്നുണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ തന്റെ കുടുംബത്തിൽ മക്കളടക്കമുള്ള ആളുകൾ ചിരിക്കുന്നുണ്ടായിരിക്കും. പ്രമോദ് പുണ്ടയല്ല പുഞ്ച, അവനിട്ടേക്ക മരിച്ചാൽ മതി. മരിച്ചടാ, സന്തോഷമായില്ലേ നിനക്കൊക്കെ? സന്തോഷ് കുമാർ, പുഴു അരിക്കാതിരിക്കട്ടെ. അതേ അണ്ണൻ്റെ പറയാനുള്ളൂ, പുഴു അരിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഇരിക്കുന്ന മൂലം വരെ പുഴു അരിച്ചോണ്ട് പോകും. ഹരിദാസൻ PK, പുഴു അരിച്ച് തീരണം. അണ്ണന്റെ കാണാൻ പറ്റത്തില്ല, പ്രൊഫൈൽ ബ്ലോക്ക്ഡ് ആയുണ്ട്. ഇത്രയും മാനസിക രോഗികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആശുപത്രിയിൽ തനിക്ക് ബ്ലഡ് വല്ലതും വേണമെങ്കിൽ പറയണം. DYFI കുട്ടികൾ വരും. അത്ര ഊമ്പിത്തരമാണല്ലോ പാർട്ടിയും പാർട്ടിക്കാരെയും പറ്റി പറഞ്ഞത്. ഒരാൾ മരിച്ചില്ല, അത്രയും ക്രിട്ടിക്കലായിട്ട് കിടക്കുമ്പോഴാണ് ഇമ്മാതിരി വെടലത്തരം പറയുന്നത്. നിന്റെയൊക്കെ ചോര കയറ്റുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ. MK പ്രസാദ് ഇട്ടേക്കാണ്, വളരെ സന്തോഷം. അവന്റെ മക്കളുടെ ഫോട്ടോ DP വെച്ചിട്ടാണ് അവൻ ഇമാതിരി തോന്നിവാസം പറയുന്നത്. നിതിൻ ചേർക്കുന്നു, ഈ സമയത്ത് പറയാൻ പാടുണ്ടോ എന്നറിയില്ല. ചത്തുപോയാലും സന്തോഷം മാത്രമേ ഉള്ളൂ. ഇവന്റെ ഫോട്ടോ ഇവിടെ വെക്കാത്തത്, ഇവന്റെ ഫോട്ടോ വയ്ക്കാത്ത ഇവന്റെ കുഞ്ഞിന്റെ ഫോട്ടോയും പിടിച്ചിട്ടാണ് ഈ നാറി നിൽക്കുന്നത്. ശ്രീകുമാർ ഇടമറ്റം, ചാവട്ടെ നാറി. അതിനകത്തും കുഞ്ഞിന്റെ ഫോട്ടോ. എടാ ഈ കുഞ്ഞിന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ഇമാതിരി തന്തയില്ലാത്തരം വന്നിരുന്ന് പറയാതെ കമന്റ് സെക്ഷനിൽ. ഈ കൈരളി TVയുടെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എത്രമാത്രം നികൃഷ്ടമായ വൈകൃതമുള്ള ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാവും. ഒരൊറ്റ കമന്റ് ഇല്ല. കണ്ടില്ലേ, സന്തോഷം എന്നൊക്കെയാണ് അടിച്ചുവിടുന്നത്. ഒരു വൃത്തികെട്ട കലാകാരൻ. ഈ പട്ടിക്ക് EMSനെ പുച്ഛം. ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഈ സക്രിയ ഫിലിപ്പ് എന്ന് പറയുന്ന പരനാറി പറയുന്നത്? മാർക്സിസ്റ്റുകാരുടെ സാംസ്കാരിക സമ്മേളനത്തിന് പോകും ഞാൻ. അവിടെ EMS സംസ്കാര വേദിയുടെ പറവൂരത്തെ രക്ഷാധികാരിയാണ് ഞാൻ കോൺഗ്രസ്സുകാരാണെന്ന് അവർക്കറിയാം. EMSനെ പുച്ഛം എന്ന് പറയുന്ന ഈ സക്രിയ ഫിലിപ്പ്, നീ ഇത് കേട്ടിട്ടുണ്ടോ? പിന്നെ നീ എന്തർത്ഥത്തിലാണ് ഇമാതിരി തൊലി വലിക്കുന്നത്? ഗംഗാധരൻ നായർ, കുടുംബവും കുട്ടികളൊക്കെ ആയിട്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇട്ടിട്ടാണ് ഈ പൊലയാടി മോൻ ചാവാൻ സമയമായി. നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ തലയ്ക്ക് തന്നെ വന്ന് വീഴാതിരിക്കട്ടെ, അതേ പറയാനുള്ളൂ. ഇതാണ് ഇവന്റെയൊക്കെ കോണം. ആ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കമന്റ് ആണ് കംപ്ലീറ്റ്. ഒരു മരിച്ച വ്യക്തി എടുത്ത് പോലും റെസ്പെക്ട് കൊടുക്കാത്തൊരുത്തൻ. ഇതാണ് ഇവന്മാരുടെ സംസ്കാരം, ഇതാണ് ഇവന്മാരുടെ പാർട്ടി. ഈ കമന്റ് വായിച്ചേക്കുന്ന ഈ കമന്റ് മൊത്തം കമ്മികളുടെ കമന്റാ. ഒരെണ്ണം പോലും പുറത്തുള്ള കമന്റ് ഇല്ല, ഒരെണ്ണം പോലും. 2700 കമന്റ് വന്നിട്ടുണ്ട്, 2700 കമന്റ്. അതിനകത്ത് വളരെ ചുരുക്കം 1-2 കമന്റ് കാണും നല്ല കമന്റ്. ബാക്കി എല്ലാം ഇമ്മാതിരി നാറിയ കമന്റ്, പുഴുത്ത കമന്റ്. ഇവന്മാരുടെ ക്വാളിറ്റി മനസ്സിലായല്ലോ, ഇവന്മാരുടെ ക്വാളിറ്റി. ഇവന്മാരുടെ പാർട്ടി ആർക്കും ഒന്നും പറയാൻ പറ്റില്ല, വിമർശിക്കാൻ പറ്റില്ല. നീയൊക്കെ ഏത് ചീലയിൽ നിന്ന് ഇറങ്ങി വന്നയാ? ബാക്കി ആരെയും പറയുന്നതിന് ഒരു കുഴപ്പമില്ല, ഒരു കുരുവില്ല. ഇരട്ടച്ചങ്കൻ ഇവിടെ കടന്ന് 1 ഡയലോഗ് അടിക്കാം, മാസ് ഡയലോഗ് അടിക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല.
വരട്ടെ അങ്ങനെ കളിയാക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോഴേ കുരു പൊട്ടും. അന്ന് പുള്ളി പറഞ്ഞ സമയത്ത് കുറെ അവന്മാരുടെ കുരു പൊട്ടി പ്രസംഗത്തിനിടയിൽ ട്രോളിയപ്പം. ആ പൊട്ടലാണ് ഇദ്ദേഹം ആശുപത്രിയിലായി എന്നുള്ള വാർത്ത വന്നപ്പോൾ ഉമ്മാർ ഇതിന്റെ അടിയിൽ വന്ന് കാട്ടിക്കൂട്ടുന്നത്. ഒരെണ്ണം പോലും ഇല്ലല്ലോ ദൈവമേ. ഇച്ചിരിയെങ്കിലും വിവരവോ ബോധവോ ദേവദാശന് എന്തെങ്കിലും ഉള്ളവന്മാര്. വെറും നികൃഷ്ടമായ പട്ടികള്, ചാവാലി പട്ടികൾ, അങ്ങനെ നിന്നെയൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റും. ഇതിനകത്ത് ഇമാതിരി തെമ്മാടിത്തരം പറഞ്ഞവന്മാർക്കെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേസ് എടുക്കണം. ഇവന്മാരെയൊന്നും ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ സഹോദരനാണെന്നില്ലേ പറഞ്ഞത്? നിങ്ങളുടെ സഹോദരനെ ഇങ്ങനെ ഇമാതിരി തെമ്മാടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സഹിക്കുവോ? കേസെടുക്കണം. ഒരു ദിവസം ഇതിന്റെ പേരിൽ ഇവന്മാരെ എല്ലാത്തിനും സ്റ്റേഷനിൽ കയറ്റണം. ജയിലിലിടാനുള്ള വകുപ്പൊന്നും കാണത്തൊന്നുമില്ലായിരിക്കും ചിലപ്പോൾ. നമ്മുടെ നിയമം അത്രയ്ക്ക് ഉള്ളല്ലോ. പക്ഷെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ ഈ ചൊറിച്ചിൽ മാറ്റി കൊടുക്കാൻ പറ്റും. പറ്റുമെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾ നേരത്തെ പറഞ്ഞ വാക്കിനകത്തൊക്കെ സത്യം ഉണ്ടെങ്കിൽ ഈ കമന്റ് സെക്ഷൻ മാത്രം മതി. അതിനകത്തുണ്ട് ഈ നാട്ടിലെ നാറിയവന്മാര്, പുഴുക്കുത്തുകള്, ശവന്തീനികള്. അത്രയും പച്ചയ്ക്കാണ് ഈ മനുഷ്യനെ ഇവന്മാര് പറഞ്ഞേക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതിന്റെ പേരിലാണ് ഈ മനുഷ്യൻ ഈ സമയത്ത് പോലും ഈ രീതിയിലുള്ള ഇവന്മാരുടെ വർത്താനം കേൾക്കേണ്ടി വരുന്നത്. അപ്പൊ നിങ്ങൾ മറുപടി കൊടുക്കണം. അതിന് തന്റെ ഉള്ള ഒരു CM ആണ് ഇരിക്കുന്നതെന്ന് തന്നെയാണ് വിശ്വാസം. മറുപടി കൊടുക്കണം. പിന്നെ ഈ കടന്ന് തൊലിച്ച ഇവന്മാർക്ക് വേണ്ടിയിട്ട് MA ബേബി പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ വെച്ചേക്കാം. അതുകൂടെ നീയൊക്കെ കേക്ക്. ഇന്നലെ മരിച്ചുപോയ ശ്രീ സലീം കുമാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തകനാണ്. കോൺഗ്രസ്സുകാരനാണ് താനെന്ന് പറയുന്നതിന് അദ്ദേഹം ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ വളരെ വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. എറണാകുളത്ത് ഞാൻ പോകുന്ന ചില പരിപാടികളിൽ പ്രസംഗം കേൾക്കാൻ വേണ്ടി അദ്ദേഹം വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയാം, കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ അദ്ദേഹം കൊല്ലം ജില്ലയിലും വന്നിരുന്നു. അപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ വന്ന് പ്രസംഗിക്കണം കോൺഗ്രസിന് വേണ്ടി എന്ന് പറഞ്ഞപ്പം കോൺഗ്രസിന് വേണ്ടി ഞാൻ എവിടെയും പ്രസംഗിക്കാം, പക്ഷേ ബേബി ചേട്ടനെതിരായിട്ട് ഞാൻ പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അത് വേറൊരു വിഷയമാണ്. പ്രതിഭാശാലിയായ അഭിനേതാവായിരുന്നു ശ്രീ സലീം കുമാർ. ഈ കമന്റ് സെക്ഷനിൽ തൊളിച്ചവന്മാരെല്ലാം കേട്ടാ വേറെ ആരുമല്ല പറഞ്ഞേക്കുന്നത്, MA ബേബി ആണ്. അങ്ങനെയുള്ള ആ മനുഷ്യനെയാണ് ഉമ്മാർ ഈ കടന്ന് അവരാധിക്കുന്നത്. കൂടുതൽ ഒന്നും പറയുന്നില്ല. പട്ടി